ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും മോംസ് ഹാബിറ്റ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് കാര്യങ്ങളാണ് വീഡിയോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ ചെമ്മീൻ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റെസിപ്പിയും പിന്നെ കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. ഹായ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കുക്ക് ചെയ്യാനും മറ്റോട്ടൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പരിചയപ്പെടുത്താൻ വാങ്ങിച്ചപ്പോൾ നിങ്ങളെങ്ങനെ കാണിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ച് അങ്ങനെ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് നോക്കാം. ഞാൻ ഷോപ്പിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്, ഓൺലൈൻ വഴിയും വാങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ വഴി വാങ്ങിയതെന്ന് പറഞ്ഞാൽ നല്ല ഈ സാധനങ്ങളാണ്. ഇത് വലിയ റേറ്റൊന്നുമില്ല, 112 രൂപ ആ ഒരു റേറ്റിലാണ് ഞാനിത് വാങ്ങിയത്. ഇനി ഇതിലൊരു ചട്ടുകം കൂടിയുണ്ട്, അത് ഞാൻ അടുക്കളയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നാണ് പൊട്ടിച്ചത്. കണ്ട ഈ സാധനം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. നല്ല ഒരു 112 രൂപയ്ക്ക് ഇത് നല്ല വർത്താണ്, നല്ലൊരു പ്രോഡക്റ്റാണ്. നമ്മുടെ മീഷോയിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ബിരിയാണി പോട്ട്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. വലിയ ഇച്ചിരി റേറ്റ് കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉള്ളൊരു സംഭവമാണ്. ഞാൻ സാധനം കാണിച്ചു തരാം. ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് മക്കളുടെ ബുക്കും നോട്ടും ടെക്സ്റ്റൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു മേശപ്പുറത്ത് വെച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു അടപ്പ് എന്ന് പറയുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ളൊരു സംഭവമാണ് ഇത്. പിന്നെ ഇതാണ് നമ്മുടെ ബിരിയാണി പോട്ട്. കണ്ടോ, ഇത് ഗ്യാരണ്ടിയാണ്. ഇതിൽ വാറണ്ടി കാർഡ് എത്ര വർഷം ഇതെന്ന് വെച്ചാൽ 12 മാസം വാറണ്ടിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. 12 മാസമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കണ്ടോ, ഇതാണ് സംഭവം. നല്ല വെയിറ്റ് ഉണ്ട്, ഒറ്റ കയ്യിലൊന്നും എടുക്കാൻ പറ്റാത്ത വെയിറ്റാണ്. കണ്ടോ, ഇതാണ് സംഭവം. കണ്ടോ, നല്ല ക്വാളിറ്റിയുള്ള സംഭവമാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ച സംഭവമാണ്. ഞാൻ കുക്കറിലാണ് ബിരിയാണിയൊക്കെ വയ്ക്കുന്നത്. പിന്നെ ഒരു അലുമിനിയം പാത്രം ഉണ്ടായിരുന്നു ബിരിയാണിയൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ അതിലാണ് വെച്ചുകൊണ്ടിരുന്നത്. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു 1.5 കിലോ വയ്ക്കണമെങ്കിൽ പെട്ടെന്ന് വയ്ക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. വാങ്ങിക്കാൻ വേണ്ടി വിചാരിക്കുമ്പോഴൊക്കെ റേറ്റ് പ്രശ്നമൊന്നും ഞാൻ വേണ്ടാന്ന് വയ്ക്കുമായിരുന്നു. പക്ഷേ ഇത് ഞാൻ വിചാരിച്ച റേറ്റിന് എനിക്ക് കിട്ടി, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇത് വാങ്ങിയത്. പിന്നെ അടുത്ത സാധനം അടുത്തതെന്ന് വെച്ചാൽ ഞാൻ ഓഫറിൽ കിട്ടി വാങ്ങിയ സംഭവമാണ്. പക്ഷേ ഞാൻ ഓഫറിൽ കണ്ടപ്പോൾ ഇച്ചിരി വലിപ്പം പോലെ തോന്നി. പക്ഷേ കൈ കിട്ടിയപ്പോൾ ഇച്ചിരി ചെറുത് പോലെ തോന്നി. കുഴപ്പമില്ല, എന്നാലും എനിക്ക് അത്യാവശ്യം വേണ്ടുന്ന സംഭവം തന്നെയാണ്. കണ്ടോ, എൻ്റെ അടുത്ത് ഒരു ദോശത്തവയുണ്ട്, പക്ഷേ അത് ഇത്തിരി പഴകിയതാണ്. കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളത് ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അത് വാങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഓഫറിൽ ഇപ്പോൾ കിട്ടിയപ്പോൾ വാങ്ങിയതേ ഉള്ളൂ. കണ്ടോ, താൽക്കാലികമായി ഓക്കെ ആണ്, കുഴപ്പമില്ല. 12 മാസം ഇതിന് വാറണ്ടി ഉണ്ട്. കണ്ടോ, ഓഫറിന് കിട്ടിയത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 899 രൂപയാണ്. 3 കൂടെ. കണ്ടോ, കാണിച്ചു തരാം. കണ്ടോ, ഇതൊരു പാൻ പോലത്തെ ഒരു സംഭവം. കണ്ടോ, കുട്ടികളൊക്കെ എനിക്ക് കറിയൊക്കെ വയ്ക്കാൻ തുടങ്ങി നോക്കണം. ഇത് പക്ഷേ വെയിറ്റ് കുറവാണ്. കണ്ടോ, ഇത് ഒരെണ്ണം. അടുത്തെന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ, നമ്മുടെ ബിരിയാണി പോട്ടിൻ്റെ അത്ര വെയിറ്റ് ഒന്നുമില്ല, പക്ഷേ എന്നാലും ഇച്ചിരി ക്വാളിറ്റിയൊക്കെ ഉള്ള സംഭവമാണ്. കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ യൂട്യൂബ് തുടങ്ങി. നമ്മുടെ വീട്ടിൽ സാധാരണ പാത്രങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ പെട്ടെന്നൊന്ന് കുക്ക് ചെയ്തെടുക്കണമെന്നൊക്കെ വിചാരിച്ചാൽ, കുറച്ചൊക്കെ കുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാൽ എനിക്ക് അതിന് കണക്കാനുള്ള പാത്രങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ച് വാങ്ങിയത്. പിന്നെ കണ്ടോ, ഇതാണ് ദോശത്തവ. ഞാൻ കാണിച്ചു തന്നല്ലോ, 12 മാസം വാറണ്ടി ഉണ്ട് 3 കൂടെ. അപ്പോൾ ഈ അടപ്പെന്ന് പറയുന്നത് ഈ 2 സംഭവത്തിനും അടയ്ക്കാം. ഇതിനും അടയ്ക്കാം. പിന്നെതോ കണ്ടോ, ഇതിനും അടയ്ക്കാം. ഒരടപ്പേ ഉള്ളൂ, പക്ഷേ 2 എണ്ണത്തിനും അടയ്ക്കാം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത്രയും സാധനമാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മീഷോയിൽ നല്ല വിലക്കുറവാണ്. പിന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടില്ല. പക്ഷെ ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ച്, കുറച്ച് നാളുകൊണ്ട് വാങ്ങണമെന്ന് വിചാരിച്ച് വാങ്ങിയ സംഭവമാണ്. ആവശ്യമുള്ളത് മീഷോയിലൊന്ന് പോയി നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ സാധനങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ അത്രയാണ്. പിന്നെ ഇനി നമുക്ക് ചെമ്മീൻ ബിരിയാണിയിലോട്ട് പോവാം. ബിരിയാണിക്ക് വേണ്ടി നമുക്ക് ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായി വരുമ്പോൾ നമ്മുടെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ
നമുക്ക് വറുത്തെടുക്കാം. ഞാൻ തലേ ദിവസം തന്നെ ചെമ്മീൻ വൃത്തിയാക്കി മസാലയൊക്കെ പുരട്ടി വച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ നോക്കിയപ്പോൾ നല്ല സെറ്റായിരിക്കുമായിരുന്നു. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമ്മുടെ ചെമ്മീൻ പറക്കി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വരണം. അത് ചുരുണ്ട് വരുന്ന ആ ഒരു ടൈമിന് നമുക്കത് കോരിയെടുക്കാം. ഇട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി ഈ ഒരു പരുവാകുമ്പോൾ ഒന്ന് കിണ്ടിയിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി നമുക്കിതുപോലെ ഒന്ന് മൂടി വെച്ച് ചെറിയ തീയിലൊന്ന് ഇത് സെറ്റാക്കി എടുക്കാം. ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് അത് കോരിയെടുക്കണം. നന്നായിട്ട് മൊരിയാൻ വേണ്ടിയിട്ട് നിൽക്കരുത്, അത് കരിഞ്ഞു പോവും. ഈ ഒരു പരുവാകുമ്പോഴേക്ക് നമുക്ക് അതിനെ കോരിയെടുക്കുക. അത് കഴിഞ്ഞ് അതേ സെയിം എണ്ണയിൽ തന്നെ നമ്മുടെ അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കണം. സവോള നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ അരിഞ്ഞു വച്ചിരിക്കുമ്പോൾ എല്ലാം സെറ്റായിരിക്കുമല്ലോ, അതൊക്കെ ഒന്ന് കുത്തി ഇളക്കി ഇട്ട് കൊടുക്കണം. അതൊന്ന് ഇളകി എല്ലാം കൂടെ മിക്സായി വന്നതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ചോപ്പറിലിട്ട് തല്ലി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കാം. അത് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മുടെ തക്കാളിയും കൂടെ തട്ടിക്കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കുക. അത് കഴിഞ്ഞ് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികളെന്ന് പറയുമ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരുംജീരകം, പിന്നെ കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കണം. ചിക്കൻ മസാല, ഗരം മസാലയൊക്കെ. പക്ഷേ ഞാനിതിട്ട് കൊടുത്ത സമയത്ത് മാറി സാമ്പാർ പൊടി തട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങ് മിക്സ് ആക്കുന്നതിന് മുമ്പേ കണ്ടതുകൊണ്ട് പിന്നെ അതിനെ മാറ്റിയിട്ട് വീണ്ടും ഞാൻ ഒന്നിന്ന് പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇട്ടതിന് ശേഷം നമ്മുടെ വറുത്ത് വച്ചിരിക്കുന്ന ചെമ്മീനെടുത്ത് ഇട്ട് കൊടുക്കണം. അതും ഒന്ന് കിണ്ടി ഇളക്കിയതിന് ശേഷം നമ്മുടെ തക്കാളിയും മല്ലിച്ചപ്പും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെയും കൂടെ തട്ടി ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി മാറ്റി വയ്ക്കണം. കണ്ടോ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നല്ല സെറ്റായി വരുമ്പോഴേക്കും മാറ്റി വയ്ക്കണം. അപ്പോൾ ഇന്ന് നമ്മുടെ കൊഞ്ച് ബിരിയാണി, ചെമ്മീൻ ബിരിയാണി വയ്ക്കുന്ന എൻ്റെ പുതിയ ബിരിയാണി ബോട്ടിലാണേ. ബിരിയാണി പോട്ടിൽ ഞാൻ ബിരിയാണി വയ്ക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ചായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ സ്പൈസസൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് സവോളയും ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കുക. അതിൽ വയണ ഇലയുണ്ടല്ലോ, അതും കൂടെ ഉണക്കിയതാണ്, അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ തട്ടിക്കൊടുത്ത് പിന്നെ മല്ലിച്ചപ്പ്, തക്കാളി ഇത്രയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ അറിയാമല്ലോ, നമുക്ക് ബിരിയാണിക്ക് ഉപ്പിടുമ്പോഴേക്കും വെള്ളത്തിനും നമ്മുടെ ചോറിനും കൂടെ ഇച്ചിരി കൂടുതലിടണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കഴുകി മാറ്റി വച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കണം. നമ്മുടെ അരി എന്ന് പറയുന്നത് കൈമ റൈസാണ്. ഞാൻ സാധാരണ ബീനസിൻ്റെ അരിയാണ് വാങ്ങുന്നത്. ഇപ്രാവശ്യം അവിടെ ഞാൻ വാങ്ങുന്ന കടയിൽ അതില്ലാത്തതുകൊണ്ട് കൈമ റൈസ് വാങ്ങിയായിരുന്നു. പക്ഷേ കൈമ റൈസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത്. അതിൻ്റെ റേറ്റ് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 1 കിലോ 130 രൂപയാണ്. അപ്പോൾ അത് ഒന്ന് വെള്ളമൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കി നമ്മുടെ ബിരിയാണി സെറ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് ബിരിയാണി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, വേഗവും എല്ലാം നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്, അടിപൊളിയായിട്ട്. അടുത്തിനി നമുക്ക് അടുത്ത സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദമ്മ് ഇടാം. അതിനായി നമുക്ക് ആദ്യം തന്നെ ഇതിലുള്ള ചോറ് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. വേറൊരു പാത്രത്തിൽ ചോറ് മാറ്റിയതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ലെയർ ചോറിട്ടിട്ട് അതിൽ നമ്മുടെ ചെമ്മീൻ ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും സെക്കൻഡ് ലെയർ ചോറിട്ട് കൊടുക്കാം. സെക്കൻഡ് ലെയർ ചോറിട്ട് എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും സെക്കൻഡ് ലെയർ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. വീണ്ടും അതൊന്ന് നല്ല സെറ്റാക്കി ഇട്ടിട്ട് നമുക്ക് വീണ്ടും തേർഡ് ലെയർ ചോറിട്ട് കൊടുക്കാം. അങ്ങനെ തേർഡ് ലെയർ ചോറും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ചെമ്മീൻ ഒരു ലെയറും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെമ്മീനേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ,
അപ്പോൾ അതിനനുസരിച്ച് എല്ലാ കറിയും ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിലിടാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളി കുറച്ച് മൊരിച്ചെടുക്കാമെന്ന് പറഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കരിഞ്ഞു പോയി. അപ്പോൾ ഞാൻ ദണ്ടേ കയ്യിലുള്ള സാധനം വെച്ച് തക്കാളിയും മല്ലിയിലയും വെച്ചൊന്ന് സെറ്റാക്കി എടുത്തു. ഉള്ളി ഇട്ടില്ല. അവസാനം ഇതങ്ങനെയാണ് നമ്മുടെ ബിരിയാണി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.